പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ആത്മാർത്ഥമായി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വേദഭാഗത്തു നിന്ന് ചില ചിന്തകളാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. മനുഷ്യർക്ക് കഷ്ടത നേരിടുന്നതിന്റെ കാരണമെന്ത്? പ്രത്യേകിച്ച് നീതിമാൻ കഷ്ടപ്പെടുവാൻ അനുവദിക്കുന്നത് ദൈവനീതിക്ക് ചേരുന്നതോ? സാർവത്രികമായ ഈ പ്രശ്നമാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോ മതത്തിലും വിവിധ രീതിയിൽ വ്യവഹരിച്ചിരിക്കുന്ന ഈ വിഷയം സംബന്ധിച്ച് യഹൂദ തത്വചിന്തകന്മാരുടെ ആശയങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം ആകമാനം വായിച്ചു നോക്കുമ്പോൾ 5 വിധത്തിൽ കഷ്ടതയെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് കാണാം. ഒന്നാമതായി, കഷ്ടത നന്മയുടെ മാറ്റുനോക്കുന്നതിന് ഉപയോഗപ്പെടുന്ന ഒരു ഉരകല്ലായി സങ്കല്പിച്ചിരിക്കുന്നു. സാത്താനും ദൈവവുമായുള്ള സംഭാഷണത്തിൽ ഈ ആശയം പ്രകാശിച്ചിരിക്കുന്നു. ഒരുവൻ കഷ്ടത നേരിടുമ്പോൾ മാത്രമേ അവന്റെ ദൈവഭക്തിയും നന്മയെക്കുറിച്ചുള്ള പ്രതിപത്തിയും യഥാർത്ഥമായിട്ടുള്ളതോ അല്ലാത്തതോ എന്ന് അറിയുന്നതിന് ഇടയുള്ളൂ എന്നാണ് സാത്താന്റെ വാദം. ഇതിൽ വാസ്തവമില്ലാതില്ല. ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്നതിനായി ഇസ്ഹാക്കിനെ ബലി കഴിപ്പാൻ അവനോട് ആവശ്യപ്പെടുന്നു. ഇതിൽ നിന്ന് നമുക്ക് നേരിടുന്ന കഷ്ടപ്പാടുകൾ ദൈവത്തിന്റെ ലീലയാണെന്ന് അനുമാനിക്കുന്നത് ശരിയല്ല. വടക്കൻ കാറ്റടിക്കുമ്പോൾ നാം നട്ടുവളർത്തുന്ന വൃക്ഷങ്ങൾ വേരുറച്ചവയോ എന്നറിയാൻ എളുപ്പമുണ്ട്. വേരുറയ്ക്കുന്നതിനും അത് സഹായിക്കുന്നു. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ലോകത്തിലെ നിയമവും ഇതുതന്നെ. കാറ്റും വെയിലും ഏൽക്കാതെ മുറിക്കകത്ത് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യന് ആരോഗ്യമുണ്ടോ എന്നറിയുന്നത് വെളിയിലിറങ്ങി നടക്കുമ്പോഴാണ്. അതിനാൽ കഷ്ടതകൾ നേരിടുമ്പോൾ ഇയ്യോബിനെ പോലെ അതിനെ സ്വാഗതം ചെയ്യുന്ന മനസ്ഥിതി നമുക്കും ആവശ്യമാണ്. യഹോവ തന്നു, യഹോവയെടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഷ്ടനഷ്ടങ്ങളുടെ സമയത്ത് ഇങ്ങനെ പറയുവാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ ദൈവഭക്തൻ. രണ്ടാമതായി, ഇയ്യോബിന്റെ സ്നേഹിതന്മാരുടെ പ്രതിനിധിയായി തേമാന്യനായ എലീഫസ് പറയുന്നത് കഷ്ടതയുടെ കാരണം പാപമാണെന്നത്. ഇതാണ് കഷ്ടത സംബന്ധിച്ച് പുസ്തകത്തിൽ കാണുന്ന രണ്ടാമത്തെ വ്യാഖ്യാനം. നിർദോഷിയായി നശിച്ചവൻ ആര് എന്ന് എലീഫസ് ചോദിക്കുന്നു. ഇയ്യോബിന് കഷ്ടത നേരിട്ടിരിക്കുന്നത് താൻ അറിഞ്ഞോ അറിയാതെയോ പാപം ചെയ്തതിന്റെ ഫലമാണെന്നത്രേ എലീഫസിന്റെ ന്യായം. പഴയ നിയമത്തിൽ പൊതുവെ ഈ ആശയത്തിന് പ്രാബല്യം സിദ്ധിക്കുന്നുണ്ട്. ഐശ്വര്യം നന്മയുടെയും അനർത്ഥം തിന്മയുടെയും ഫലമായിട്ടാണ് യഹൂദന്മാർ പൊതുവെ ഗണിച്ചു വന്നത്. സങ്കീർത്തനത്തിൽ ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയും. പിറവിക്കുരുടനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം അവരുടെ മാത്രമല്ല, അവരുടെ കാലത്തെ ജനങ്ങളുടെയും ചിന്താഗതി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. എന്നാൽ എലീഫസിന്റെ പ്രമാണം ലോകത്തിലുള്ള സകല കഷ്ടപ്പാടുകൾക്കും തക്കതായ സമാധാനമാകുമെന്ന് തോന്നുന്നില്ല. നീതിയും ന്യായവും അടിസ്ഥാനമാക്കി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ലോകത്തിൽ അനീതിയും അന്യായവും പ്രവർത്തിക്കുന്നവൻ കാലാന്തരത്തിൽ കഷ്ടപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. എന്നാൽ അന്യായം പ്രവർത്തിച്ചിട്ടാൽ ഇല്ല, ന്യായം പ്രവർത്തിക്കുന്നത് മൂലം നേരിടുന്ന കഷ്ടപ്പാടുകളുമുണ്ട്. നമ്മുടെ കർത്താവിന്റെ മരണം തന്റെ പാപത്തിന്റെ ഫലമാണെന്ന് എലീഫസ് പോലും വാദിക്കുമെന്ന് തോന്നുന്നില്ല. ലോകത്തിൽ മനുഷ്യരേവരും അന്യോന്യ ബന്ധത്തിൽ ജീവിക്കുന്നതിനാൽ അനീതിയുടെ ഫലമായിട്ടല്ല, നീതിയുടെയും ന്യായത്തെയും സ്നേഹിക്കുന്നതിന്റെ ഫലമായിട്ട് തന്നെ നാം ചിലപ്പോൾ കഷ്ടപ്പെട്ടേ മതിയാവൂ. ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ മനുഷ്യനൊരു കിരീടം തന്നെയാണ്. ഇയ്യോബിനെ പോലെ പൊറുക്കാവ്യാധി പിടിപെട്ടിരിക്കുന്നവർക്കും ഇത് ആശ്വാസത്തിന്റെ ദൂത് തന്നെയാണ്. കർത്താവിന്റെ ഉപദേശം വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വെളിച്ചം ഒരുപക്ഷെ ഇയ്യോബിന് ലഭിച്ചിരുന്നില്ല. നിന്റെ നടപ്പിന്റെ നിർമ്മലത നിനക്ക് പ്രത്യാശയല്ലയോ എന്ന് 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മുടെ നിർമ്മല ജീവിതം കഷ്ടപ്പാടുകളിൽ നിന്ന് നമ്മെ വിമുക്തരാക്കുന്നില്ല എന്ന് വരികിലും മനസ്സാക്ഷി ഭാരപ്പെടാതെ നമുക്ക് നേരിടുന്ന കഷ്ടതകൾ സഹിക്കുന്നതിനുള്ള പ്രാപ്തി അതുമൂലം ലഭിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 36-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗത്ത് 3-ാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. സ്നേഹിതന്മാരുമായുള്ള വാഗ്വാദത്തിൽ നിരാശയും അതിശയവും നിറഞ്ഞ് ഇയ്യോബ് ദൈവത്തിന്റെ നീതിയെ അപലപിക്കുന്നതായി നമുക്ക് കാണാം. 9-ാം വാക്യം, 12-ാം വാക്യം. ദൈവം സർവശക്തൻ, മനുഷ്യനോ
അശക്തൻ. അതിനാൽ പ്രത്യക്ഷ കാരണം കൂടാതെ നേരിടുന്ന കഷ്ടതകൾ ദൈവത്തിന്റെ അനീതിയുടെ പ്രദർശനമല്ലയോ എന്ന് ഇയ്യോബ് ചഞ്ചലത്തോടുകൂടെ ചോദിക്കുന്നു. ഇത് അഭക്തരുടെ അനുഭവത്തിൽ കാണുന്ന ഒരു ചിന്താഗതി തന്നെ. ഭക്തനായ ഇയ്യോബ് തന്നെ ഈ നില അവലംബിക്കുന്നതിൽ നിന്ന് തന്റെ കഷ്ടതയുടെ ഉഗ്രത ഏറെക്കുറെ ഗ്രഹിക്കാവുന്നതാണ്. നാലാമതായി 32 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്ന എലീഹൂവിന്റെ പ്രസംഗത്തിൽ ഇയ്യോബിന്റെ ഇതര സ്നേഹിതന്മാർ പ്രയോഗിച്ച യുക്തിവാദങ്ങൾ വീണ്ടും പ്രത്യക്ഷമാകുന്നു. എന്നാൽ ഒരു സംഗതി എലീഹു പ്രത്യേകം ശക്തിപ്പെടുത്തി പറയുന്നുണ്ട്. കഷ്ടത ഒരു പരിശീലനശാലയാണ്. നമ്മുടെ സ്വഭാവത്തെ ദൃഢപ്പെടുത്തുന്നതിനും ദൈവാശ്രയത്തിൽ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനും കഷ്ടതയേക്കാൾ നല്ല മരുന്നില്ല തന്നെ. ഇത് മാത്രമല്ല, കഷ്ടതയുടെ ഫലങ്ങൾ ആലോചിച്ചു നോക്കുമ്പോൾ കഷ്ടത ദൈവത്തിന്റെ കരുണയുടെ ചിഹ്നമായി തന്നെ ഗണിക്കാവുന്നതാണ്. ഇതാണ് ഇയ്യോബിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് കഷ്ടതയെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വേറൊരു ദർശനം. പീഡയിൽ തന്നെ അവരുടെ ചെവി തുറക്കുന്നു. കഷ്ടപ്പാട് മൂലം ദൈവശബ്ദം കേൾക്കുന്നതിന് നമ്മുടെ ചെവി തുറക്കപ്പെടുന്നു. പുതിയ നിയമത്തിൽ കഷ്ടതയെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന ഉപദേശവുമായി ഈ ആശയത്തിന് സാധർമ്യമുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവീൻ. യാക്കോബ് 1:3, 1 പത്രോസ് 1:7 എന്നീ വാക്യങ്ങളിൽ നമുക്കിത് കാണാം. കഷ്ടത അതിൽ തന്നെ നല്ലതോ ചീത്തയോ എന്ന് പറഞ്ഞുകൂടാ. അത് നന്മ ഉളവാക്കണമെങ്കിൽ ദൈവ വിശ്വാസത്തോടുകൂടെ നാം കഷ്ടത സഹിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് വിശ്വാസ സ്ഥിരത ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് 1 പത്രോസ് 1:7 നമ്മൾ വായിക്കും. അഞ്ചാമതായി ഇയ്യോബിന്റെ സ്നേഹിതന്മാരുടെയും വാഗ്വാദ കോലാഹലം കേട്ടുകൊണ്ടിരുന്ന ദൈവം ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷനായി ഇയ്യോബിനോട് സംസാരിക്കുന്നു. 38-ാം അധ്യായം 1-ാം വാക്യം മുതൽ 42-ാം അധ്യായം 6-ാം വാക്യം വരെയുള്ള ഭാഗത്ത് അതിഗൗരവമായ ഭാഷയിൽ ഭയാനകമായ ഈ രംഗം വിവരിച്ചിരിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ, പറവകൾ ആദിയായി പ്രപഞ്ചത്തിൽ കാണുന്ന ചരാചരങ്ങളെ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ തന്റെ കഷ്ടപ്പാടിന്റെ കാലത്ത് കുറ്റം പറയാൻ തുനിഞ്ഞതിന്റെ അസാംഗത്യവും മൂഢതയും ഇയ്യോബിന് ബോധ്യമായി. ദൈവാശ്രയത്തിന് ക്ഷതം വരുത്തുന്ന പരിതസ്ഥിതികളിൽ അകപ്പെട്ടപ്പോഴും ഇയ്യോബ് അത്ഭുതകരമായ വിധത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്നതായി മുൻ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. 19-ാം അധ്യായം 25-ാം വാക്യം. എന്നാൽ ആ വിശ്വാസത്തെ ഇടയ്ക്കിടയ്ക്ക് അവിശ്വാസ കാർമേഘ പടലങ്ങൾ മൂടിയപ്പോഴാണ് ദൈവനീതിയെ ഇയ്യോബ് ചോദ്യം ചെയ്തത്. ദൈവ പ്രത്യക്ഷതയോടുകൂടെ ഇയ്യോബിന്റെ ചോദ്യങ്ങൾ അവസാനിച്ചു. ലോക നിയന്താവായ ദൈവത്തിന്റെ ജ്ഞാനവും ശക്തിയും സൃഷ്ടിയെക്കുറിച്ചുള്ള സ്നേഹവും കരുതലും ദൈവസന്നിധിയിലിരുന്ന് ആരാഞ്ഞ് നോക്കിക്കണ്ടപ്പോൾ ഇയ്യോബിന്റെ സങ്കടവും കഷ്ടവും നിസ്സാരമായി തോന്നുകയും തന്റെ ധിക്കാരത്തെക്കുറിച്ച് അനുഭവിക്കുകയും പൂർവാധികം ദൈവാശ്രയ ബോധത്തോടുകൂടെ ദൈവത്തെ സമീപിക്കുകയും ചെയ്യുന്നതായി നാം 42-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. ഇതാണ് കഷ്ടതയുടെ സർവപ്രധാനമായ ഉദ്ദേശമായി ഈ പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇയ്യോബിന്റെ ബുദ്ധിക്ക് തൃപ്തികരമായ ഒരു വ്യാഖ്യാനം ദൈവത്തിൽ നിന്ന് ലഭിച്ചില്ല. എന്നാൽ ഹൃദയ ചാഞ്ചല്യം മാറി ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് അവൻ സാധിച്ചു. നീതിമാന്റെ കഷ്ടപ്പാടുകളെ സംബന്ധിച്ച് ഏവർക്കും തൃപ്തികരമായ ഒരു സമാധാനം ഈ പുസ്തകത്തിൽ കാണുകയില്ല. എന്നാൽ കഷ്ടപ്പാട് കാലത്ത് ഇയ്യോബിനെ പോലെ ദൈവദർശനത്തിനായി നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിപാലനത്തെ നാം കണ്ണു തുറന്നു നോക്കി ധ്യാനിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൽ വീണ്ടും ഉറച്ചിരിക്കുമെന്നതിന് സംശയമില്ല. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ദൈവദർശനത്തിൻ്റെ ഒരു ഫലം നമ്മിൽ അനുതാപം ഉളവാക്കുക എന്നുള്ളതാണ്. യോബിന് തൻ്റെ നിഷ്കളങ്കതയിൽ ഉണ്ടായിരുന്ന അഭിമാനം, ദൈവത്തോടുള്ള നീരസം, സ്നേഹിതന്മാരോടുണ്ടായിരുന്ന കോപം, ഇവയെല്ലാം ദൈവം അടുത്തു വന്ന് സംസാരിച്ചപ്പോൾ പാപമായി ബോധ്യപ്പെട്ടു. ദൈവത്തെക്കുറിച്ചുള്ള കേൾവിയല്ല മുഖ്യമായിട്ടുള്ളത്,
പിന്നെയോ ദൈവ ദർശനമത്രേ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ക്ഷതയെക്കുറിച്ച് അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങളെ ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ, അതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. തിരുനാമത്തിന് മഹത്വം തരട്ടെ. യോബിനെ പോലെ കർത്താവേ, അവസാനം മനസ്സിലാക്കുവാൻ എന്താണ് കഷ്ടത, അതിലൂടെ ദൈവത്തിന്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്കും കൃപ തരണമേ. തിരുനാമം മഹത്വം എടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.